ഹലോ മക്കൾസ് വെൽക്കം ടു ഫ്യൂച്ചർ ബോർഡ് ബൈ ഗോകുലം. മകളെ മൂസി സെറീസ് ഹിയർ. നമ്മുടെ പോളിഗൺസ് ബഹുഭുജങ്ങൾ എന്നുള്ള ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഓണപരീക്ഷയ്ക്ക് ചോദിക്കാൻ പോകുന്ന 2 ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വന്നിട്ടുള്ളത്. മകളെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് പോളിഗൺസിൽ പഠിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം? ഈ 2 പോയിന്റാ. എന്താ 2 പോയിന്റ് നോക്ക്. സം ഓഫ് ഇന്നർ ആംഗിൾ, അകക്കോണുകളുടെ തുക, അതിന്റെ ഇക്വേഷനും സം ഓഫ് ഔട്ടർ ആംഗിളും, പുറം കോണുകളുടെ തുക. ഈ രണ്ടെണ്ണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെച്ചോ. ഈ 2 പോയിന്റ് കേട്ടോ. യെസ്, ഇതിൽ നിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് 2 ക്വസ്റ്റ്യൻ പഠിക്കാണ്ട്. അപ്പൊ നോക്കിക്കോ, അകക്കോണുകളുടെ തുക. എത്ര സൈഡ്സ് ഉള്ള ഏത് പോളിഗൺ, ഏത് ബഹുഭുജം തന്നാലും അതിന്റെ അകത്തെ കോണുകൾ, ഉള്ളിലുള്ള കോണുകൾ കൂട്ടിയാൽ എത്രയാന്ന് ചോദിച്ചാൽ ഈ ഇക്വേഷൻ അങ്ങോട്ട് കൊടുത്താൽ മതി. n-2 × 180 ഡിഗ്രി. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൈഡ്സ്, എത്ര സൈഡ് ഉണ്ടോ ആ സൈഡുകളുടെ എണ്ണം കൊടുക്കുക. ക്ലിയർ ആണല്ലോ. അതുപോലെ തന്നെ സം ഓഫ് ഔട്ടർ ആംഗിൾ, പുറം കോണുകളുടെ തുക. പുറം കോണുകളുടെ തുക എന്ന് പറഞ്ഞാൽ 360. എത്ര സൈഡുള്ള പോളിഗന്റെയും പുറം കോണുകൾ, പുറത്തെ കോണുകളെല്ലാം കൂട്ടിയാൽ 360 ഡിഗ്രിയാ വരിക. അതിന് വേറെ ഇക്വേഷൻ ഒന്നും വേണ്ട ആവശ്യമില്ല. മകളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. 2 ക്വസ്റ്റ്യൻ പഠിക്കാണ്ട് കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് സെക്കൻഡ് ക്വസ്റ്റ്യനോട് നോക്കിക്കോട്ടോ. ഈ രണ്ടും എക്സാമിന് ചോദിക്കും, ഷുവർ ആണ്. നോക്കിക്കോ, ഫൈൻഡ് ദ സം ഓഫ് ആംഗിൾസ് ഓഫ് എ പോളിഗൺ ഓഫ് 20 സൈഡ്സ്. 20 വശങ്ങളുള്ള ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക കണ്ടുപിടിക്കുക. മകളെ എക്സാമിന് ഒന്നെങ്കിൽ 20 അല്ലെങ്കിൽ വേറെ എത്രയെങ്കിലും സൈഡ്, ഈ 20 എന്നുള്ള നമ്പർ മാത്രമേ മാറുള്ളൂ, എന്തായാലും ചോദിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ. കോണുകളുടെ തുക എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള കോണുകളുടെ തുക കണ്ടുപിടിക്കുക. എത്രയാണ്? നമ്മുടെ ഇക്വേഷൻ ഡയറക്റ്റ് അങ്ങോട്ട് കൊടുക്കുക. n-2 × 180 ഡിഗ്രി. n-2 × 180 ഡിഗ്രി. എന്താണ് n എന്ന് പറഞ്ഞാൽ? n എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണോ നമ്പർ ഓഫ് സൈഡ്സ്, ആ നമ്പർ ഓഫ് സൈഡ്സ് കൊടുത്താൽ മതി. ഇവിടെ എത്ര നമ്പർ ഓഫ് സൈഡ്സ്? 20 ആണ്. 20 വശങ്ങൾ, 20 സൈഡ്സ് ആണ്. അപ്പൊ n-ന് പകരമായിട്ട് 20 എന്ന് കൊടുക്കുക. ഈ n-ന് പകരം ഞാൻ 20 എന്ന് കൊടുത്തു. ഇതാണ് ഇക്വേഷൻ കേട്ടോ. അപ്പൊ ദാ 20 - 2 20 - 2 × 180. ഇത്രയേ ഉള്ളൂ. 20 - 2 × 180. 20 - 2 എന്താ? 20 2 കുറച്ചാൽ 18 അല്ലേ? അപ്പൊ ദാ ഞാൻ എഴുതി 20 2 കുറച്ചാൽ 18 ആണ്. 18. ഈ ബ്രാക്കറ്റ് ഇട്ടാൽ ഇവിടെ ഇൻറ്റു എന്നല്ലേ അർത്ഥം. അപ്പൊ ദാ 18 × 180. ഇത് അങ്ങോട്ട് ചെയ്താൽ ആൻസർ ആയി. ഇത് ചെയ്താൽ ആൻസർ ആയി. 18 × 180. അങ്ങനെ ചെയ്യാം. റെഡി ആണല്ലോ. 18 × 180 ചെയ്യാം. സാധാ പോലെ ഗുണിച്ചാൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അറിയാത്തതിൽ 18 × 18 നമുക്കറിയാലോ. 18 × 18 എനിക്കറിയാം, നിങ്ങൾക്കറിയില്ലേ? 18ന്റെ സ്ക്വയർ കാണാതെ പഠിക്കണം. യെസ്, 18 × 18 324 ആണ്. അത് പെട്ടെന്ന് ഓർമ്മയില്ലാത്തവരൊക്കെ ഉണ്ടാവും. സാധാ പോലെ 18 × 180 ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ 324 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 324. പിന്നെ ഒരു 0 ഉണ്ട്, അതുകൊണ്ട് ഒരു 0 ഇട്ട് കൊടുക്കുക. റെഡി? 3240 ആണ് ആൻസർ. ഇത്രയേ ഉള്ളൂ. അതാ 180 × 18 ചെയ്യാം. 3240. സെറ്റ് ആണോടാ? മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും എക്സാമിന് ചോദിക്കും. അകക്കോണുകളുടെ തുക n-2 × 180 ഡിഗ്രി. ഇക്വേഷൻ കാണാതെ അങ്ങോട്ട് പഠിച്ചു വെച്ചോ. ഇപ്പൊ പഠിച്ചു വെച്ചോ. എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാതിരിക്കൂല. റെഡി? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് എക്സാമിന് ചോദിക്കുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ. ഇത് വളരെ സിമ്പിൾ ആയിട്ട്, ഈ ഇക്വേഷൻ ഒന്നും ഉപയോഗിക്കാതെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് ഇത് ചെയ്യാം. എങ്ങനെയാ പറയാം? വളരെ സിമ്പിൾ ട്രിക്കോട് കൂടി ചെയ്യാം. നല്ലോണം ശ്രദ്ധിച്ചോ. ക്വസ്റ്റ്യൻ ഇതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് 1 ഇന്നർ ആംഗിൾ ആൻഡ് 1 ഔട്ടർ ആംഗിൾ ഓഫ് എ റെഗുലർ പോളിഗൺ ഓഫ് സൈഡ് 20 സൈഡ്സ്. റെഗുലർ പോളിഗൺ. എന്താ റെഗുലർ പോളിഗൺ? സമബഹുഭുജം. അതായത് എല്ലാ സൈഡും ഈക്വൽ ആയിട്ടുള്ളതാ. എല്ലാ സൈഡും ഈക്വൽ ആണ്, എല്ലാ ആംഗിളും ഈക്വൽ ആണ്, എല്ലാ കോണുകളും ഈക്വൽ ആണ്. അതാണല്ലോ റെഗുലർ പോളിഗൺ. യെസ്, സമബഹുജം. ശ്രദ്ധിച്ചോ, 20 വശങ്ങളുള്ള ഒരു സമബഹുഭുജത്തിന്റെ ഓരോ അകക്കോണും പുറം കോണും കാണുക. ഒരു അകക്കോണും ഒരു പുറം കോണും കാണണം. അപ്പൊ 20 സൈഡ്സ് ഉണ്ട്. അപ്പൊ ആദ്യം ചെയ്യേണ്ട എന്താ അറിയോ? ഒരു പുറം കോണ് കാണാം. 1 ഔട്ടർ ആംഗിൾ. 1 ഔട്ടർ ആംഗിൾ. ഒരു പുറം കോൺ. ഒരു പുറം കോൺ. ശ്രദ്ധിച്ചോ മക്കളെ, ഒരു പുറം കോൺ. ഒരു പുറം കോൺ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടേ അറിയോ? പുറം കോണുകളുടെ തുക ടോട്ടൽ എത്രയാ അറിയോ? 360. ആ 360നെ നമ്പർ ഓഫ് സൈഡ്സ്, എത്ര നമ്പർ ഓഫ് സൈഡ്സ് ഉണ്ടോ അത്രയും കോണുകൾ അവിടെ ഉണ്ട്. അപ്പൊ ഒരു കോണിനെ കാണാൻ എത്ര കോൺ ഉണ്ട് അത് ഡിവൈഡ് ചെയ്താൽ മതി. 360 ഡിവൈഡഡ് ബൈ n ആണ് ഒരു പുറം കോൺ കാണാനുള്ള ഇക്വേഷൻ. 360 ബൈ n ആണ് ഒരു പുറം കോൺ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പൊ 360 ബൈ n ചെയ്യാം. എന്ന് പറഞ്ഞാൽ 360 ഡിവൈഡഡ് ബൈ n എത്ര? 20 സൈഡ്സ് ആണ്, 20 സൈഡ്സ് ആണ്. അപ്പൊ ദാ n എന്ന് പറഞ്ഞാൽ
യെസ് 20. 360 ഡിവൈഡഡ് ബൈ 20 ചെയ്താൽ ഒരു പുറം കോൺ കിട്ടും. പുറം കോണുകളുടെ തുക ടോട്ടൽ 360 പക്ഷെ അതിൽ ഒരു പുറം കോൺ എത്ര 360 ബൈ n ചെയ്താൽ മതി. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൈഡ്സ് ആണ്. സോ 360 ബൈ 20 ചെയ്താൽ മതി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 360 ബൈ 20 എത്രയാടാ? വേണമെങ്കിൽ 0 കട്ട് ചെയ്ത് 36 ബൈ 2 18. സോ 18 ആണ്. 360 ബൈ 20 18 ആണ്. സെറ്റ് ആണല്ലോ, ക്ലിയർ ആണല്ലോ. അപ്പൊ 1 ഔട്ടർ ആംഗിൾ കിട്ടി. ഓരോ അകക്കോൺ, അപ്പൊ ഒരു അകക്കോൺ, യെസ് അകക്കോൺ അല്ല, ഒരു പുറം കോൺ കിട്ടി അല്ലെ. 1 ഔട്ടർ ആംഗിൾ കിട്ടി. ഇനി ആരെ കാണണം? 1 ഇന്നർ ആംഗിൾ കാണണം. അപ്പൊ ഇന്നർ ആംഗിൾ കാണാൻ ഇതേപോലെ ഇന്നർ ആംഗിൾ സം n-2 × 180 ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സിമ്പിൾ ആയിട്ട് കാണാം. കാരണം നമുക്കറിയാം ഒരു ഇന്നർ ആംഗിളും ഒരു ഔട്ടർ ആംഗിളും കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് കേട്ടോ, മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ശ്രദ്ധിച്ചോ. ഒരു ഔട്ടർ ആംഗിൾ കാണാൻ, ഒരു പുറം കോൺ കാണാൻ 360 ബൈ n നമ്മളിപ്പോ ഇവിടെ ചെയ്തു. 360 ബൈ n നമ്മൾ ചെയ്തു. റെഡി. ആൻഡ് മക്കളെ നെക്സ്റ്റ് നോക്കിക്കോ. ഇതാ 1 ഇന്നർ ആംഗിൾ എന്ന് പറഞ്ഞാൽ 180 നിന്ന് ഒരു ഔട്ടർ ആംഗിൾ കുറച്ചാൽ മതി. കാരണം എന്താ അറിയോ, ഒരു ഔട്ടർ ആംഗിളും ഒരു ഇന്നർ ആംഗിളും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രിയാ വരിക. റെഡി. ഒരു ഇന്നർ ആംഗിളും ഒരു ഔട്ടർ ആംഗിളും കൂട്ടിയാൽ 180 ഡിഗ്രിയാ വരിക. അപ്പോ നിങ്ങൾക്ക് ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ. 1 ഇന്നർ ആംഗിൾ കാണാൻ ആ 180 നിന്ന് ഒരു ഔട്ടർ ആംഗിൾ മൈനസ് ചെയ്താൽ മതി. 180 കുറച്ചാൽ മതി ബാക്കി. അപ്പൊ നോക്കിക്കോ 1 ഇന്നർ ആംഗിൾ ഇസ് ഈക്വൽ ടു 1 ഇന്നർ ആംഗിൾ ഒരു അകക്കോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഒരു പുറം കോൺ കണ്ടല്ലോ. ഒരു പുറം കോണും ഒരു അകക്കോണും കൂട്ടിയാൽ 180 ആണ്. അപ്പൊ ഒരു അകക്കോൺ കാണാൻ 180 നിന്ന് ആ ഒരു പുറം കോൺ മൈനസ് ചെയ്താൽ മതി. സോ നമ്മൾ ചെയ്യേണ്ടത് 180 നിന്ന് എന്ത് ചെയ്യണം അറിയോ? ഈ ഒരു പുറം കോൺ മൈനസ് ചെയ്യണം. സോ 180 നിന്ന് 18 മൈനസ് ചെയ്യണം. സോ 180 മൈനസ് 18 ദാറ്റ് ഈസ് ഈക്വൽ ടു 180 നിന്ന് 18 മൈനസ് ചെയ്താൽ എത്രയായി? 162. സെറ്റ് ആണോടാ? സോ 162 ഡിഗ്രിയാണ് ഒരു അകക്കോൺ. ക്ലിയർ ആണോടാ? സെറ്റ് ആണോ? സോ മനസ്സിലായിക്കോ മക്കളെ, ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്പർ ഓഫ് സൈഡ്സ് തന്നിട്ട് ഒരു അകക്കോണും ഒരു പുറം കോണും ചോദിക്കും. റെഗുലർ പോളിഗൺ ആയിരിക്കും, എല്ലാ ആംഗിളും ഈക്വൽ ആയിരിക്കും, എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. ഒരു അകക്കോണും ഒരു പുറം കോണും ചോദിക്കും. ആദ്യം എന്റെ മക്കൾ കാണേണ്ടതാ ഒരു പുറം കോൺ കാണാം. ഫസ്റ്റ് പുറം കോൺ കാണും. കാരണം പുറം കോൺ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 360 ബൈ n ആണ്. അത് കിട്ടിയാൽ ഒരു പുറം കോൺ കിട്ടും. പിന്നെ ഒരു അകക്കോൺ കിട്ടാൻ 180 നിന്ന് അത് മൈനസ് ചെയ്താൽ മതി. എപ്പോഴും ശ്രദ്ധിക്കുക, 180 നിന്ന് ആ 18 ആ ഒരു പുറം കോൺ മൈനസ് ചെയ്താൽ മതി. സോ ഈ രണ്ട് ഇക്വേഷൻ ആലോചിച്ചാൽ അതും കിട്ടി. സെറ്റ്. റെഡി ആണല്ലോ? യെസ്. സോ മക്കളെ 1 ഔട്ടർ ആംഗിൾ 360 ബൈ n, 1 ഇന്നർ ആംഗിൾ എന്ന് പറഞ്ഞാൽ 180 നിന്ന് ആ 1 ഔട്ടർ ആംഗിൾ കിട്ടിയ ആൻസർ മൈനസ് ചെയ്യാം. സോ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ രണ്ട് ക്വസ്റ്റ്യനും ഷുവർ ആയിട്ടും നിങ്ങൾ എക്സാമിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിരിക്കും. ഷുവർ ആണ്. സോ ആരും ഇതിൽ നിന്ന് മാർക്ക് കളയരുത്. സോ നമ്മളെ ഇപ്പോൾ തന്നെ മാക്സിമം ഈ വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു. എല്ലാവരും മാർക്ക് വാങ്ങട്ടെ, പഠിക്കട്ടെ. സോ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ആൻസർ എന്താ വരിക എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക. ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ രാത്രി എക്സാമിന്റെ തലേന്ന്, അതായത് ഇന്ന് രാത്രി ലൈവിൽ വരുന്നുണ്ട്. സോ മാരത്തോൺ ലൈവുമായിട്ട് ഞാനും ലത്തീഫ് സാറും AK സാറും ഉണ്ടായിരിക്കും. സോ അവിടെ വെച്ച് കാണാം. ബൈ.